ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിഗോസ്. ഫലാഫിൽ വെച്ചിട്ടുള്ള ഒരു ഷവർമയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ഇഞ്ചി കഷ്ണം, കുറച്ച് വെളുത്ത എള്ള്, 2 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലി. ഇത് മല്ലിയും വെളുത്ത എള്ളും നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ ജീരകം, ചെറിയ ജീരകം. ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് ഞാൻ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഒന്നിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിലേക്ക് കറിയിട്ട് വേണ്ടത് കൂടുതൽ മല്ലിയിലയാണ് വേണ്ടത്. മല്ലിയില കുറേ നമ്മൾ എടുക്കുന്ന കടലയ്ക്ക് അനുസരിച്ചിട്ടുള്ള മല്ലിയില വേണം. ഞാൻ 2 പിടി മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് വെളുത്ത കടല ഞാൻ ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതിൽ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ മല്ലിയിലും കൂടെ എടുക്കുന്നുണ്ട്. ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തു. ഞാൻ ഇതിൽ കൂടെ തന്നെയാണ് ഈ കടലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കുകയാണ്. നന്നായി ചതയേണ്ട ആവശ്യമുള്ള നമ്മൾ പരിപ്പാടൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പരുവം മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു വെള്ളമയം പോകാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. കടലപ്പൊടി നമുക്ക് ആ ഒരു തിക്കാണ് രൂപം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ചതുരത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും, വലിപ്പത്തിനൊന്നും പ്രത്യേകതയില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഒന്ന് ഉരുട്ടി കൊടുക്കണം. ബോളാക്കി കൊടുക്കരുത്, കാരണം ബോളാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേവില്ല. അതുകൊണ്ടാണ് ബോളാക്കരുത്. ഒന്ന് പരത്തി കൊടുക്കണം. ചതുരത്തിലോ സ്ക്വയറിലോ റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിലും. പിന്നെ ഇതിലേക്ക് ചിക്കൻ നിർബന്ധമല്ല. ഞാൻ എന്നാലും കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടെ പുരട്ടി വെച്ചതാണ്. അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അധികം പേരും ചിക്കൻ ഇല്ലാതെ വെജിറ്റബിൾ മാത്രം വെച്ചിട്ടാണ് ഇത് കഴിക്കാറ്. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെയാണ് ഈ ഫലാഫിലും പൊരിച്ചെടുക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് പൊരിക്കരുത്, കാരണം ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. അപ്പം സിമ്മിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. നമ്മൾ ഫലാഫിലെല്ലാം പൊരിച്ചെടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു പച്ച കളർ തന്നെയാണ് കേട്ടോ. അത് എൻ്റെ ആ ഒരു ക്യാമറൻ്റെ വെളിച്ചം കൊണ്ടുള്ള ഒരു മാറ്റമാണ്. ഇനി ഇതിലേക്ക് കുക്കുംബർ ആണ് വേണ്ടത്. കുക്കുംബർ ഞാനൊന്ന് തൊലി കളഞ്ഞ് വെച്ചു. അതുപോലെ തന്നെ ക്യാരറ്റും തൊലി കളഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ കേബേജ് ഞാൻ ഈ പീലർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഇങ്ങനെ വലിച്ചെടുത്താൽ നൈസായിട്ട് കിട്ടും. അപ്പോൾ കേബേജിൻ്റെ ആ ഒരു പച്ചച്ചോവ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും ഉപ്പും ഒരു നാരങ്ങ മുറിയുടെ നീരും ചേർക്കുന്നുണ്ട്. ഒന്ന് പുരട്ടി കുഴച്ച് വെക്കുന്നുണ്ട്. കീഴാറുണ്ടെങ്കിൽ അതാണ് നല്ലത്. തൊലി കളയാണ്ട് അത് കട്ട് ചെയ്ത് വെക്കണേ ഏറ്റവും ടേസ്റ്റ്. എനിക്ക് കീഴാറ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുക്കുംബർ എടുത്തിട്ടുള്ളത്. ഇനി ഇതും തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നൈസായിട്ട് കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ക്യാരറ്റും അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഷവർമയ്ക്കുള്ള മസാലകളൊക്കെ ആദ്യം ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ അതും റെഡിയായി. ഞാൻ ചിക്കൻ പിച്ചി വെച്ചിട്ടുണ്ട്. കുക്കുംബർ അരിഞ്ഞു വെച്ചു. ഫലാഫിൽ റെഡിയാണ്. മയനൈസ് ഉണ്ടാക്കി വെച്ചു. ടൊമാറ്റോ സോസ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. കുബൂസ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അറിയാത്തവർ വീഡിയോ അപ്ലോഡ് ചെയ്തതൊന്ന് പോയി നോക്കുക. അപ്പോൾ ഞാൻ കുബൂസ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുബൂസൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാതും കൂടെ ഒന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല. നല്ല കൊമളച്ചൊക്കെ വരുന്നുണ്ട് നമ്മളെ കുബൂസ്. അപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ അറിയാത്തവർ തീർച്ചയായിട്ടും ആ ഒരു
ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കാണണേ. ഇപ്പോൾ നമ്മൾ ഷവർമ്മക്കുള്ള എല്ലാ ഐറ്റംസും റെഡിയായി. ഇനി ആദ്യം ഞാൻ പ്ലേറ്റ് ഷവർമ്മയാണ്. അപ്പോൾ അതിലേക്ക് പ്ലേറ്റിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുബൂസ് വെച്ചു. അതിലേക്ക് ആദ്യം മയോനൈസ് വരട്ടി വെച്ചു. ഇനി നമ്മളെ ഫലാഫിലൊന്ന് പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഫലാഫിൽ അങ്ങനെ തന്നെ വയ്ക്കരുതേ. അതിന് ചെറുതായിട്ട് പിച്ചിടാൻ മതി. നമ്മൾ കൈകൊണ്ട് നന്നായി പിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ നമുക്ക് എത്രണ്ണം വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് പിച്ചിട്ട് എല്ലായിടത്തും വേണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുക. 2-3 നീച്ചാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് കേബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കുംബർ, പിന്നെ ക്യാരറ്റ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ നിർബന്ധമല്ല, ഞാൻ മക്കൾക്ക് വേണ്ടായതുകൊണ്ട് ചിക്കൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ആദ്യം പൊരിച്ചത് പിച്ചിട്ടതാണ്. ഇനി ഇതിൻ്റെ മേലെ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മയോനൈസ് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതല്ല. ഞാൻ ഒരു ഉരുളക്കിഴങ്ങും പുഴുങ്ങിയിട്ടുണ്ടാക്കിയതാണ് ഈ മയോനൈസ്. അപ്പോൾ നമ്മളെ പ്ലേറ്റിലുള്ള ഷവർമ റെഡിയായി. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു ബട്ടർ പേപ്പറിൽ ഒരു കുബൂസ് വെച്ചു. അതിൽ മയോനൈസ് പുരട്ടി കൊടുത്ത് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് പുരട്ടി കൊടുക്കുക. നമ്മൾ പ്ലേറ്റിൽ വെച്ച പോലെ തന്നെ ഇതിലേക്കും ഫലാഫിലും പിച്ച് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അവർ വെജിറ്റബിളൊക്കെ നന്നായി കഴിച്ചോളും. ഇനി നമുക്കിത് റോളാക്കാം. അപ്പോൾ ഈ കുബൂസിൻ്റെ 2 തലയും കൂട്ടിയിട്ട് ഇങ്ങനെ ഒപ്പാക്കിയിട്ട് വെക്കുക. 2 ഒന്നിച്ച് കൂട്ടി പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ബട്ടർ പേപ്പർ ഒന്നിങ്ങോട്ട് കമിച്ച് മടക്കി കൊടുക്കുക. അപ്പോൾ അത് അവിടെ അമർന്നോളും. ഇനി ഒന്നിട്ട് മടക്കിയതിന് ശേഷം അടിവശം മുകൾക്ക് ഉള്ളിലോട്ടൊക്കെയിട്ട് മടക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അടിയിൽ കൂടെ ഇങ്ങനെ ചാടി പോകും. അതുകൊണ്ട് അങ്ങനെ ചാടാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. ഇനി മടക്കുക. ഇനി മുകളിൽ അത് നേരെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മൾ റോള് റെഡിയായി. അപ്പോൾ നമ്മളെ കുബൂസ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വൈകാതെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.